ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇരുമ്പുളി കൊണ്ട് അച്ചാറുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാവശ്യമുള്ള ഇരുമ്പുളി ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെറിയ ഇരുമ്പുളി വേണം കേട്ടോ. വലിയ ഇരുമ്പുളി ആയാൽ ഭയങ്കര പുളിയാവും. അച്ചാറുണ്ടാക്കിയാൽ വായിൽ വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പുളിയാവും, പല്ല് പുളിക്കും. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ഇരുമ്പുളി ആവണം കേട്ടോ, വല്ലാണ്ട് മൂക്കുന്നതിന് മുമ്പ് പൊട്ടിക്കണം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണണമെങ്കിൽ വേറെ മറ്റ് കറികളൊന്നും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇരുമ്പുളി അച്ചാർ. പക്ഷേ അധികം കഴിക്കണത് നല്ലതല്ലാന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇരുമ്പുളി ഇവിടെ ഇരുമ്പുളിയുടെ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ, ഇരുമ്പുളി ഉണ്ടാവുന്ന സമയമാണല്ലോ ഇപ്പോൾ, ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും അച്ചാറോ അല്ലെങ്കിൽ കറിയൊക്കെ ഒക്കെ വയ്ക്കും. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അച്ചാർ. മറ്റ് കറികളെക്കൊള്ളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഇരുമ്പുളി കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയാലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ച് കൂട്ടണം കേട്ടോ. 1 ടീസ്പൂണും ഉലുവയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. എന്താ വെച്ചാൽ കുറച്ചെടുത്തിട്ടുള്ള ഇരുമ്പുളി, അത് കാരണം ഇനി അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്ക് ഉലുവിട്ട് കൊടുക്കാം. ഉലുവയും കായും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇതധികം ദിവസം വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്കെടുത്ത് കൂട്ടി തുടങ്ങാം. ഒരാഴ്ചയൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ അച്ചാർ. അത് കഴിഞ്ഞാൽ പിന്നെ പൂത്ത് തുടങ്ങും. അപ്പോൾ കുറേശ്ശെ ഉണ്ടാക്കുക നല്ലത് എപ്പോഴും. ഉലുവയൊന്നും ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്കതിൽ കായ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് കോരി എടുത്തിട്ട് ഇട്ടാലും മതി. ഞാനിത് കുടഞ്ഞ് ഇട്ട് പൊരിച്ചെടുത്തത് കായം. ഇനി അതൊന്ന് പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ. അത് പൊടിച്ച് കൊണ്ടുവന്നതാണ്. ഇനി നമുക്കത് ആ ഇരുമ്പുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സാധാരണ മുളക് പൊടിയാണ്. നല്ല ചുവപ്പ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. അതിവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. അത് കാരണം ഇത്തിരി കളറ് കുറവായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അത് ഏത് അച്ചാറിലായാലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, വെള്ളത്തിന് ആവശ്യത്തിന്. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ എടുത്ത് തുടങ്ങാം കേട്ടോ നമുക്ക്. അപ്പോഴേക്ക് പാകമായിട്ടുണ്ടാവും. ഇതിപ്പോൾ കളറ് കുറവ് തോന്നുന്നത് സാധാരണ മുളക് പൊടി കാരണമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ അച്ചാറിന്. കളറ് കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതിയായിരുന്നു. അതിവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടില്ല. അപ്പോൾ അത് അച്ചാർ റെഡി ആയിട്ടോ. ഇനി ഇത് കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരുടെ വീട്ടിലും ഇരുമ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്.